സാധിച്ചിട്ടില്ല എങ്കിൽ കേട്ടോളൂ, ഉറ്റി വീണ കണ്ണുനീരിന് നമ്മൾ കെട്ടിപ്പൊക്കിയ കോട്ടയുടെ അടിത്തറ ഇളക്കാനുള്ള ശക്തി ഉണ്ടാവുന്ന ഞാൻ പറയുന്നതല്ല. ആ കണ്ണുനീര് ഉറ്റി വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ എത്ര വലിയ കോട്ട കെട്ടിക്കോട്ടെ, നമ്മൾ എത്ര ഐശ്വര്യത്തിൽ ജീവിക്കാവട്ടെ, ഇതൊക്കെ പറയുന്നത് എൻ്റെ അടുത്ത് വന്ന ഒരുപാട് അനുഭവങ്ങൾ വെച്ചിട്ടാണ്. അടിത്തറ ഇളക്കാനുള്ള ശക്തി ആ ഉറ്റി വീണ കണ്ണുനീരുണ്ടാവും. ഏതാണ് ആ കണ്ണുനീരുകൾ? ജന്മം നൽകാൻ വേണ്ടി പേറ്റ് നോവ് അനുഭവിച്ച മാതാവിനെ കർമ്മം കൊണ്ട് കുത്തി നോവിക്കുന്ന മക്കളുള്ള വീടാണ് എങ്കിൽ, നെഞ്ചത്തിട്ടുറക്കിയ പിതാവിനെ നെഞ്ചിൽ തറക്കുന്ന വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കുന്ന മക്കളുള്ള വീടാണ് എങ്കിൽ ഓർത്തോളൂ, പിന്നീട് നമുക്ക് കുറ്റബോധം വരുമ്പോ കെട്ടിപ്പിടിച്ചത് മാപ്പ് ചോദിക്കാൻ പോലും ആ ജന്മങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന അവസ്ഥകളാണ് എങ്കിൽ, ഞാൻ ഇനി പറയാൻ പോകുന്ന അവസ്ഥകളാണ് നിങ്ങളുടെ വീട്ടിലെങ്കിൽ, തീർച്ചയായിട്ടും ഇന്ന് മുതൽ ഈ ക്ലാസ് കഴിയുമ്പോൾ ഒരുപാട് ആളുകളുടെ മനസ്സൊന്ന് പിടക്കും, ഉറപ്പാണ്. നെഞ്ച് പിടക്കും. സ്വയം മനസ്സിനോട് ചോദിക്കും, എൻ്റെ വീട്ടിലെ അവസ്ഥ ഇതാണോ?